ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ചിൻവ അച്ചേബി എഴുതിയ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. ചിൻവ അച്ചേബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നൈജീരിയൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്, ക്രിട്ടിക്കാണ്. അതുപോലെ 1960കളുടെ അവസാനത്തിൽ നൈജീരിയൻ ആഭ്യന്തര യുദ്ധകാലത്ത്, അതായത് നൈജീരിയൻ സിവിൽ വാർ, ആ കാലത്ത് നമ്മുടെ ചിൻവ അച്ചേബി എഴുതിയ പോവമാണ് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. നമുക്കിനി പോവത്തിലോട്ട് കടക്കാം. No Madonna and child could touch that picture of a mother's tenderness. അപ്പോൾ ഈ പോം തുടങ്ങുമ്പോൾ തന്നെ ഒരു റിലീജിയസ് ഇമേജറിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ മഡോണ എന്ന് റെഫർ ചെയ്യുന്നത് വെർജിൻ മേരിയും ചൈൽഡ് എന്ന് റെഫർ ചെയ്യുന്നത് ജീസസിനെയാണ്. അപ്പം ഒരു അഭയാർത്ഥി ക്യാമ്പിൽ തൻ്റെ മകനെ പിടിച്ചു നിൽക്കുന്ന അമ്മയുടെ രംഗവും അതുപോലെ മറിയത്തിൻ്റെ കൈകളിലിരിക്കുന്ന ജീസസിൻ്റെ ആ ഒരു പിക്ചറും തമ്മിൽ, ആ ഒരു ഇമേജും തമ്മിൽ ഒരു കമ്പാരിസൺ, താരതമ്യം ചെയ്ത് കൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. അപ്പം മരണത്തിലേക്ക് വഴുതി വീഴുന്ന തൻ്റെ കുഞ്ഞിനോടുള്ള അമ്മയുടെ ആർദ്രമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ചിത്രത്തിന് തുല്യമാകാൻ ആ ചിത്രത്തിന് പോലും കഴിയില്ലെന്നാണ് കവി ഇവിടെ പറയുന്നത്. അതാണ് പറയുന്നത്, നോ മഡോണ ആൻഡ് ചൈൽഡ് കുഡ് ടച്ച് ദാറ്റ് പിക്ചർ ഓഫ് എ മദേഴ്സ് ടെൻഡർനെസ്. ഫോർ എ സൺ ഷീ സൂൺ വുഡ് ഹാവ് ടു ഫോർഗെറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താമസിയാതെ ആ അമ്മയ്ക്ക്, ആ റെഫ്യൂജി ക്യാമ്പിലുള്ള ആ അമ്മയ്ക്ക് തൻ്റെ കുട്ടിയെ മറന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതായത് അമ്മയുടെ കൈകളിലിരിക്കുന്ന ആ കുഞ്ഞ് ഉടനെ മരിക്കും എന്നതാണ് ഈ ലൈനിലൂടെ സൂചിപ്പിക്കുന്നത് നമുക്ക്. ഇനി അടുത്ത വരികളിലോട്ട് പോവാം. The air was heavy with odors of diarrhea of unwashed children. അപ്പം വായുവിൽ എന്തിൻ്റെ ഗന്ധം നിറഞ്ഞിരിക്കുന്ന കവി പറയുന്നത്? വായുവിൽ വയറിളക്കത്തിൻ്റെ ഗന്ധം നിറഞ്ഞിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ വരികളിൽ ക്യാമ്പിനെ ചുറ്റിപ്പറ്റിയുള്ള രോഗം, അതുപോലെ മണം എന്നിവയെ വിവരിക്കുന്നു. അപ്പോൾ ഒരു ഭയാനകരമായ ചിത്രത്തെയാണ് കവി ഇവിടെ വിവരിക്കുന്നത്. അതുപോലെ വയറിളക്കം ബാധിച്ച് കഴുകാത്ത കുട്ടികളുടെ ദുർഗന്ധം അവിടെ രൂക്ഷമാണ്. അതുപോലെ ഈ ഒരു അവസ്ഥയിലും ആ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന കുട്ടികളെ പരിപാലിക്കാനോ കുളിപ്പിക്കാനോ പോലും അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദ എയർ വാസ് ഹെവി വിത്ത് ഓഡേഴ്സ് ഓഫ് ഡയറിയ ഓഫ് അൺവാഷ്ഡ് ചിൽഡ്രൻ. ഇനി അടുത്ത ലൈനിലോട്ട് പോവാം. വിത്ത് വാഷ്ഡ് ഔട്ട് റിബ്സ് ആൻഡ് ഡ്രൈഡ് അപ്പ് ബോട്ടംസ് സ്ട്രഗ്ലിംഗ് ഇൻ എ ലേബേർഡ് സ്റ്റെപ്സ് ബിഹൈൻഡ് ബ്ലോൺ എംപ്റ്റി ബെല്ലി. റിബ്സ് ആർ വാഷ്ഡ് ഔട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം വെറും എല്ലും തൊലിയും അസ്ഥിയും മാത്രമേ കാണപ്പെടുന്നു എന്നും, അതുപോലെ അവരുടെ വാരിയെല്ലുകൾ, റിബ്സ്, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുവെന്നുമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, ടി വികളിലും എല്ലാം നമ്മൾ ഈ ഇമേജ് എല്ലാം കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ബോട്ടംസ് ആർ ഡ്രൈഡ് അപ്പ് എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ പോഷകാഹാരക്കുറവുള്ള നിതംബത്തെ അല്ലെങ്കിൽ ബട്ടക്സിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അഭാവം അവരുടെ ശരീരത്തിൽ മാംസം പോലും ഇല്ല എന്നും, അതുപോലെ അഭയാർത്ഥി ക്യാമ്പിൽ അവർ അനുഭവിക്കുന്ന അങ്ങേയറ്റത്തെ ക്ഷീണത്തിൻ്റെയും അതുപോലെ കഷ്ടപ്പാടിൻ്റെയും ഒരു ചിത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ അടുത്ത പറയുന്നുണ്ട് ലേബേർഡ് സ്റ്റെപ്സ്. അവരുടെ സ്റ്റെപ്സ് അവരെങ്ങനെ സ്ട്രഗ്ലിങ് ചെയ്യുവാണ് അവർ. അത് എന്താണ് പറയുന്നത്? നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം നടക്കുക എന്ന് വെച്ചാൽ വാക്കിംഗ് എന്നൊരു ആക്ടിവിറ്റി ചെയ്യുന്നത് പോലും അവർക്കൊരു പോരാട്ടമോ അല്ലെങ്കിൽ ഒരു കഠിനാധ്വാനമോ ആണെന്നും ഈ വരികൾ ചൂണ്ടിക്കാണിക്കുന്നു. ബെല്ലീസ് ആർ ബ്ലോൺ എംപ്റ്റി. ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കാത്തതിനാൽ പോഷകാഹാര കുറവ് കാരണം അവരുടെ വയറ് വീർത്തിരിക്കുന്നു. മോസ്റ്റ് മദേഴ്സ് ദെയർ ഹാഡ് ലോങ് സീസ്ഡ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ടു കെയർ ബട്ട് നോട്ട് ദിസ് വൺ. അപ്പോൾ ദെയർ എന്ന് റെഫർ ചെയ്യുന്ന റെഫ്യൂജി ക്യാമ്പിൽ. അപ്പോൾ ആ റെഫ്യൂജി ക്യാമ്പിലുള്ള മിക്ക അമ്മമാരും പിള്ളേരെ, അവരുടെ കുഞ്ഞുങ്ങളെ കരുതുന്നതോ ശ്രദ്ധിക്കുന്നതോ നിർത്തി. പക്ഷേ ഈ അമ്മ അങ്ങനെ അല്ല. ബട്ട് നോട്ട് ദിസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു പക്ഷേ മറ്റുള്ളവർ വളരെ ക്ഷീണിതരായിരിക്കാം അമ്മമാർ, അല്ലെങ്കിൽ അവർ തങ്ങളുടെ മരിച്ചുപോയ കുട്ടികളെ ഇതിനകം ബറി ചെയ്തിരിക്കാം, കുഴിച്ചിട്ടിരിക്കാം. അപ്പം ഇവിടെ എന്താ റീഎൻഫോഴ്സസ് ചെയ്യുന്നത്, എന്ത് ഐഡിയ റീഎൻഫോഴ്സസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മ ഇപ്പോഴും തൻ്റെ മകനുമായി സമയം പങ്കിടാൻ ആഗ്രഹിക്കുന്നു എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുകയാണ്. അതായത് റീഎൻഫോഴ്സസ് ദ ഐഡിയ ദാറ്റ് ഷീ സ്റ്റിൽ വോണ്ട്സ് ടു ഷെയർ ടൈം വിത്ത് ഹെർ സൺ. ഷീ ഹെൽഡ് എ ഗോസ്റ്റ് സ്മൈൽ ബിറ്റ്വീൻ ഹെർ ടീത്ത്. അപ്പം താൻ അനുഭവിക്കുന്ന വലിയ കഷ്ടപ്പാടുകൾക്കിടയിലും
സന്തോഷത്തിൻ്റെ ഒരു മുഖം മൂടി വെച്ച് കെട്ടാൻ അല്ലെങ്കിൽ നിലനിർത്താൻ അമ്മ ശ്രമിക്കുകയാണ്. അതായത് പട്ടിണി കിടന്ന് തൻ്റെ കുട്ടി പതുക്കെ മരിക്കുന്നത് കാണുമ്പോൾ അമ്മയുടെ ആഴത്തിലുള്ള നിരാശ മറയ്ക്കാൻ ദുർബലമായ ഒരു പുഞ്ചിരി, അതാണ് ഗോസ് ലൈക്ക് സ്മൈൽ എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പം അമ്മയുടെ യഥാർത്ഥ വികാരങ്ങൾ മറയ്ക്കാനുള്ള ശ്രമത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഗോസ്റ്റ് സ്മൈൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ ബിറ്റ്വീൻ ഹെർ ടീത്ത് എന്ന് എംഫസൈസ് ചെയ്യുന്നത് ആ ഫോഴ്സ്ഡ് നേച്ചർ ഓഫ് ദ സ്മൈൽ, അതായത് പുഞ്ചിരിയുടെ ആ നിർബന്ധിത സ്വഭാവത്തെയാണ് ഇവിടെ കൂടുതൽ ഊന്നി പറയുന്നത്. അതുപോലെ ദ വേർഡ് ഗോസ്റ്റ് ഈസ് യൂസ് ടു ഇംപ്ലൈ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്മൈൽ, ആ പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു ട്രൂ ആയിട്ടുള്ളതോ റിയൽ ആയിട്ടുള്ളതോ അല്ല. അതുകൊണ്ടാണ് ദ വേർഡ് ഗോസ്റ്റ് എന്ന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ ഹെർ ഐസ് ദ ഗോസ്റ്റ് ഓഫ് എ മദേഴ്സ് പ്രൈഡ്. അപ്പം തൻ്റെ കുഞ്ഞിൻ്റെ മരണം അടുത്തെന്നും എന്നാലും ആ അമ്മ കുഞ്ഞിനെ പരിപാലിക്കുന്നതിൽ അമ്മയ്ക്ക് ഇപ്പോഴും അഭിമാനത്തിൻ്റെ ഒരു ചെറിയ തീപ്പൊരി, നമ്മൾ പറയത്തില്ലേ സ്മോൾ സ്പാർക്ക് ഓഫ് പ്രൈഡ്, അത് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദുരിതത്തിൻ്റെ ഭൂമുഖത്ത് പോലും ഒരു അമ്മയുടെ അചഞ്ചലമായ സ്നേഹമാണ് ഈ വരികളിൽ പ്രകടമാക്കുന്നത്. ഷീ കോംഡ് ദ റസ്റ്റ് കളേർഡ് ഹെയർ ലെഫ്റ്റ് ഓൺ ഹിസ് സ്കൾ. അപ്പോൾ അവൻ്റെ തലയോട്ടിയിൽ അവശേഷിക്കുന്ന തുരുമ്പിച്ച നിറമുള്ള ആ മുടി ആ അമ്മ ചീകൊണ്ടിരുന്നു. അപ്പോൾ ഈ കോമ്പിങ്ങിന്ന് ആ ഒരു ആക്ടിവിറ്റി അമ്മയുടെ ആഴത്തിലുള്ള സ്നേഹമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അതുപോലെ ഹെയർ ലെഫ്റ്റ് ഓൺ ഹിസ് സ്കൾ, അതായത് തലയോട്ടിയിൽ അവശേഷിക്കുന്ന മുടി എന്ന വാചകം കുട്ടിയുടെ അങ്ങേയറ്റത്തെ ക്ഷീണത്തെയും മരണത്തോടടുത്ത അവസ്ഥയുമാണ് സൂചിപ്പിക്കുന്നത്. പോഷകാഹാരക്കുറവും കഷ്ടപ്പാടും കാരണം ആ കുഞ്ഞിൻ്റെ മുടി പോലും കൊഴിഞ്ഞു പോയിരിക്കുന്നു. അത് തലയോട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് ഇഴകൾ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. സിംഗിങ് ഇൻ ഹെർ ഐസ് ബിഗാൻ കെയർഫുള്ളി ടു പാർട്ട് ഇറ്റ്. അപ്പോൾ ഈ സിംഗിങ് ഇൻ ഹെർ ഐസ് എന്ന് റെഫർ ചെയ്യുന്നത് ആ അമ്മയ്ക്കറിയാം കുഞ്ഞ് മരിക്കുമെന്ന്. അപ്പം മരിക്കുകയാണെങ്കിലും തൻ്റെ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉള്ള അമ്മയുടെ ആ അവശേഷിക്കുന്ന ആ പ്രതീക്ഷയെയും സന്തോഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ സിംഗിങ് ഇൻ ഹെർ ഐസ് എന്നുള്ള ആ ഒരു ലൈനിലൂടെ. അതായത് ആ അമ്മയുടെ റിമൈനിങ് ഹോപ്പ് ആൻഡ് ഹാപ്പിനെസ് ദാറ്റ് ഹെർ ചൈൽഡ് ഇസ് സ്റ്റിൽ എലൈവ് ഈവൻ ദോ ഹീ ഈസ് ഡൈയിങ്. In another life, this would have been a little daily act of no consequence before his breakfast ആൻഡ് സ്കൂൾ. അപ്പം ഇവിടെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ആ അമ്മ മരണാസന്നയായ തൻ്റെ കുഞ്ഞിൻ്റെ മുടി ചീകുന്നു. അപ്പം അതേസമയം ഒരു സാധാരണ ദിവസമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമായിരിക്കും? കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആ അമ്മ തൻ്റെ കുഞ്ഞിന് മുടി ചീകുന്നു. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇൻ അനദർ ലൈഫ് ദിസ് വുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ ഡെയിലി ആക്ട്. എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രവൃത്തി. എപ്പം? ബിഫോർ ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്, അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പും, അതുപോലെ ലീവ്സ് ഫോർ സ്കൂളിന് പോകുന്നതിന് മുമ്പായിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തി ഈ കോമ്പിങ് എന്ന് പറയുന്നത്. നൗ ഷീ ഡിഡ് ഇറ്റ് ലൈക്ക് പുട്ടിങ് ഫ്ലവേഴ്സ് ഓൺ എ ടൈനി ഗ്രേവ്. ഇപ്പം ഫൈനലി എന്താ പോയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ പോയിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആക്ട് ഓഫ് എ മദർ കോമ്പിങ് ഹെർ ഡൈയിങ് സൺസ് ഹെയർ ടു ദാറ്റ് ഓഫ് പുട്ടിങ് ഫ്ലവേഴ്സ് ഓൺ എ ഗ്രേവ്. അതായത് മരിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞിൻ്റെ മുടി ആർദ്രമായി ചീകുന്ന ആ അമ്മ തൻ്റെ കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. അതായത് തൻ്റെ കുഞ്ഞിന് ശവക്കുഴിയിൽ പൂക്കൾ വെക്കുന്നതിനോടെയാണ് ഈ ഒരു ആക്ട് ഉപമിക്കുന്നത്. അപ്പോൾ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ഭയാനകമായ ഒരു ചിത്രമാണിത്, ഒരു ഹോണ്ടിങ് ഇമേജ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇറ്റ് ലുക്സ് ലൈക്ക് ഷീസ് പേയിങ് ഹർ ലാസ്റ്റ് റെസ്പെക്ട് ടു ഹിം, ദാറ്റ് ഈസ് പുട്ടിങ് ഫ്ലവേഴ്സ് ഓൺ ഹിസ് ഗ്രേവ് ബൈ കോമ്പിങ് ഹർ ഡൈയിങ് സൺസ് ഹെയർ. I hope you are clear with this explanation. Thank you and have a nice day.